വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ 27ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ കാണിക്കാൻ പോകുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ ആണ് കാണിക്കുന്നത്. ഈ ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനായിട്ടും അതുപോലെ മുടി കൊഴിച്ചിൽ മാറി പുതിയ മുടികൾ ഉണ്ടാകാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണിത്. അപ്പോൾ നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ നമ്മളൊരു ഓയിൽ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് ആ ഓയിലാണ് യൂസ് ചെയ്തത്. വെറും ഒരു 3 ദിവസം കൊണ്ട് തന്നെ എൻ്റെ ഡെലിവറിക്ക് ശേഷമുള്ള മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ മാറിയത് ആ ഓയിൽ തേച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുണ്ടാക്കി നോക്കിയപ്പോൾ സ്മെല്ല് പറ്റണില്ല, ഒനിയൻ്റെ സ്മെല്ലാണ്, ഞങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സ്മെല്ല് പറ്റാത്തവർക്കായിട്ട് ഒരു കുഞ്ഞി പീസ് പച്ച കർപ്പൂരം നമ്മുടെ ഓയിലിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചലഞ്ച് എടുക്കുന്ന എല്ലാവരും ഈ ഓയിൽ ഇന്ന് പറയുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഓയിൽ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കണം. അതായത് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഓയിലാണിത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ ഗ്രോത്തിനായിട്ടുള്ള ഇൻസ്റ്റന്റ് ഹെയർ ഓയിൽ ഉണ്ടാക്കാന്നുള്ളത്. ഓക്കെ, ഇൻസ്റ്റൻറ്റ് ഹെയർ ഓയിലിനായി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയും കറിവേപ്പിലയുമാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇവിടെ ഞാൻ 2 ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 6 ഇതള് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഓയിൽ ഇന്നത്തേക്ക് മാത്രമായിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻറ്റ് ഇത്ര കുറവ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കാം. കറിവേപ്പില നന്നായി കഴുകിയതിന് ശേഷം വേണം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. കടകളിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പില ആയാലും നമുക്ക് എടുക്കാം, പക്ഷേ കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായി കഴുകിയെടുത്തിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. 2 ടീസ്പൂണോളം ഉലുവയും 6 ഇതൾ കറിവേപ്പിലയും കൂടി നന്നായി വറുത്തെടുക്കുന്നുണ്ട്. ഒരു പാൻ വെച്ച് നന്നായി വറുത്തെടുക്കണം. ഇത് കരിഞ്ഞു പോകരുത്, പക്ഷെ നന്നായി വറവായതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കറിവേപ്പിലയും ഉലുവയും മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണെന്നുള്ളത്. അതുപോലെ തന്നെയാണ് മുടിക്ക് കറുപ്പ് കളറ് കിട്ടാനായിട്ട് ഉലുവയും കറിവേപ്പിലയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോകരുത്, എന്നാൽ നന്നായി വറവാകും വേണം. കാരണം നന്നായി വറവായില്ലെങ്കിൽ അത് പൊടിഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാനിവിടെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അത് നന്നായി പൊടിച്ചു. ഇനി ഒരു അരിപ്പയിൽ ഇത് നന്നായി അരിച്ചെടുക്കണം. കാരണം നല്ല വലിയ എന്താ പറയുക, കറിവേപ്പിലയും ഉലുവയും ചിലത് പൊടിഞ്ഞിട്ടുണ്ടാകില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ പീസൊക്കെ നമുക്ക് മാറ്റിക്കളയണം. അതിന് വേണ്ടിയിട്ട് നമ്മളതൊന്ന് അരിപ്പയിൽ വെച്ചിട്ട് അരിക്കണം. അപ്പോൾ നമുക്ക് നന്നായി അടിഞ്ഞിട്ടുള്ള പൊടികൾ മാത്രം നമുക്ക് അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കുമ്പോൾ കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് സാധാരണ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാം, ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം, ഒലീവ് ഓയിൽ ഉപയോഗിക്കാം, എണ്ണ ഉപയോഗിക്കാം. നിങ്ങൾ ചിലർ ഇപ്പോൾ ചലഞ്ചിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന വെളിച്ചെണ്ണയായിരിക്കും. ആ വെളിച്ചെണ്ണ ഇപ്പോൾ ഇതിന് വേണ്ട. കാരണം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ ഏതാണോ പച്ച വെളിച്ചെണ്ണ അല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഏതായാലും കുഴപ്പമില്ല, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 2 ടീസ്പൂണോളം തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നന്നായി പേസ്റ്റിലേക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ചിലർക്കൊക്കെ കാച്ചി ആ വെളിച്ചെണ്ണ സ്മെല്ല് പറ്റുന്നില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതല്ല, ഇത് ഓപ്ഷനിലാണ്. ചലഞ്ചിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന വെളിച്ചെണ്ണ നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് അത് കുഴപ്പമില്ല, മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വല്ലപ്പോഴും മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് തേക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, മുടി കറുപ്പാകാനായിട്ടും അതുപോലെ തന്നെ റീഗ്രോത്തിനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ അത് പിടിച്ചവർ പിന്നെ മാറ്റണം എന്നില്ല. ഇത് വല്ലപ്പോഴും വെച്ച് തലയൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസത്തിൽ സമയമൊക്കെ കിട്ടുമ്പോൾ 1-2 വട്ടം ഇത് ഉപയോഗിക്കാറുണ്ട്, അത്ര തന്നെ.
ഇപ്പോൾ മുടിക്കൊക്കെ കളറ് കിട്ടാനായിട്ടാണ് കൂടുതലും ഈ എണ്ണ നല്ലത് എന്ന് പറയുന്നത്. ചിലർ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുടിക്ക് ചെമ്പൻ കളറാണ്, മുടിക്ക് ബ്ലാക്ക് കളർ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം നമ്മൾ നേരത്തെ കാച്ചി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയില്ലേ, അതായത് ചലഞ്ചിൽ ഞാൻ കാണിച്ചിരിക്കുന്ന അതേപോലെ തന്നെയാണ് ഈ വെളിച്ചെണ്ണയും. അതായത് അരപ്പെടുത്തിട്ട് കയ്യിൽ നന്നായി തിരുമ്മി കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, സാധാരണ വെളിച്ചെണ്ണ പോലെ തന്നെയാവും രണ്ട് കൈ വെച്ച് തിരുമ്മുമ്പോൾ. എന്നിട്ട് നമുക്കത് മസാജ് ചെയ്ത് കൊടുക്കാം. പതുക്കേനെ വേണം മസാജ് ചെയ്യാൻ കേട്ടോ. ഇപ്പം ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫാസ്റ്റാക്കി കാണിക്കുന്നതാണ്. നന്നായി റിലാക്സ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു എന്താ പറയുക 10-15 മിനിറ്റ് മസാജ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 10-15 മിനിറ്റ് മസാജ് ചെയ്യുക. നമ്മൾ തല എത്രയും നേരം മസാജ് ചെയ്യുന്നു അത്രയും നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ ഞാനിവിടെ എന്താ പറയുക, കുറച്ച് ഷാമ്പു എടുത്തിട്ടാണ് കഴുകിക്കളഞ്ഞത്. ഷാമ്പു എടുക്കണമെന്നില്ല, ഓപ്ഷനിലാണ്. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ. ഞാൻ ഇന്നലത്തെ വീഡിയോയിലാന്ന് തോന്നിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. ഷാമ്പു കറക്റ്റ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ കുറേ പേര് ഡൗട്ട് പറഞ്ഞിരുന്നു, ചേച്ചി സ്കാൾപ്പിൽ അപ്പോൾ എണ്ണ എങ്ങനെ പോകും എന്നുള്ളത്. ഡേ 3-ലോ ഡേ 4-ലോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഷാമ്പു എങ്ങനെയാണ് കറക്റ്റായി യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് 2 ഡ്രോപ്പ് ഷാമ്പു ഒരു കപ്പ് വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളത്തിലേക്ക് നന്നായി മിക്സ് ചെയ്ത ശേഷം ഹെയറിലേക്കാണ് ഞാൻ ആദ്യം ഒഴിക്കുന്നത്. ആ ഹെയർ വെച്ചിട്ടാണ് സ്കാൾപ്പിലുള്ള എണ്ണയും അഴുക്കും കളയുന്നത്. അത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആകും കേട്ടോ. അത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഡേ 3-യോ ഡേ 4-ഓ ആണ് ഷാമ്പു യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഹെയറിലും സ്കാൾപ്പിലും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള വെളിച്ചെണ്ണ വെച്ച് നന്നായി മസാജ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കെട്ടിവെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതിലും എല്ലാവരും ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കണം. നമ്മുടെ ഹെയറിൽ പുതിയ മുടികൾ ഉണ്ടാകാനായിട്ട്. അതുപോലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടിക്ക് കറുപ്പ് കളർ കുറവാണെന്നുള്ളത്. അപ്പോൾ മുടിയൊക്കെ കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഓയിലാണിത്. 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഓയിലാണിത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചലഞ്ചിലുള്ളവരാണെന്നുണ്ടെങ്കിലും ചലഞ്ചിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും എന്തായാലും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹെയറിനെ കുറിച്ചുള്ള ഹെയർ ഗ്രോത്ത് ചലഞ്ചിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിന് താഴെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ആൻസർ ആണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് തരാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് ഉണ്ട് ഹെയറിനെ കുറിച്ചും ഹെയർ ഗ്രോത്ത് ചലഞ്ചിനെ കുറിച്ചും ഡൗട്ട്. അപ്പോൾ എല്ലാ ഡൗട്ടും ഞാൻ നിങ്ങൾക്ക് നാളത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട്, ചേച്ചി ഇത്ര സ്പീഡ് വേണ്ട ചേച്ചി ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ശ്വാസം മുട്ടുന്നു എന്നൊക്കെ. അപ്പം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ എൻ്റെ പ്രസൻറ്റേഷൻ രീതി ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് പയ്യെ എഴുതി വെച്ചിട്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു അത് വേണ്ട, ചേച്ചി പറയുന്ന രീതി തന്നെ മതി, അത് ഞങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ല എന്നുള്ളത്. കാരണം എനിക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയാം. പ്രസൻറ്റേഷൻ സ്റ്റൈലിൽ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് വേർഡ്സ് കിട്ടും. സ്പീഡിൽ പോകുമ്പോൾ വേർഡ്സ് കിട്ടും. സ്ലോവിലാകുമ്പോൾ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് എപ്പോഴും പറയാറുണ്ട് ഇത്ര സ്പീഡിൽ പോകല്ലേ, സ്ലോവിൽ പക്ഷെ സ്ലോവിലാകുമ്പോഴേക്ക് വേർഡ്സ് കിട്ടത്തില്ല. അപ്പം ഞാൻ മറ്റേ ഇന്നലെ വീഡിയോ ഇട്ടിട്ട് സ്പോട്ട് ഡബ് അല്ലാത്ത സമയത്ത് ഞാൻ എഴുതി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആർക്കും അത് ഇഷ്ടമായില്ല. സോ നമ്മൾ ഇന്നത്തെ രീതിയിൽ തന്നെ കുറച്ച് സ്പീഡിൽ പോകാം. കാരണം എനിക്ക് സ്ലോവിലാകുമ്പോഴേക്ക് വേർഡ്സ് അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ സ്പീഡിലാകുമ്പോൾ നമുക്ക് വേർഡ്സ് ഒക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്പീഡിൽ പോയാൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. ആർക്കും ഇന്നലത്തെ വേ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. സോറി, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അതാണോ നല്ലത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സജഷൻസ് ഒക്കെ ഇനിയും അറിയിക്കുക. നിങ്ങളുടെ സജഷൻസ് കാരണമാണ് നമ്മുടെ ചാനൽ ഇത്രയും ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വരുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. ഓക്കെ, ബൈ. ഇറ്റ്സ് മീ ഗീതു.